ഇത്രയും കട നിങ്ങൾക്ക് ഉണ്ടായിരുന്നു ക്ലീറ്റോ? സത്യമായിട്ടും എനിക്ക് പറഞ്ഞുകൂടെ തങ്കം, ഇത്രയും ആൾക്കാർ വന്നപ്പോൾ ഇത്രയും കട എനിക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ആ ആൾക്കാർ വരും, ആൾക്കാരുടെ കയ്യിൽ നിന്ന് മേടിച്ച പൈസ എല്ലാവരും തിരിച്ചു ചോദിക്കാതിരിക്കുമോ? പണിയെടുക്കാതിരുന്ന് തിന്നുമ്പോൾ ഓർക്കണമായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ പ്ലാൻ? ഈ എന്ത് ചെയ്യൂന്ന്? എന്തെങ്കിലും ചെയ്യണ്ടേ? ആ ചെയ്തോ. തങ്കം പൈസ ഇല്ലാന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ആ ഇങ്ങോട്ടൊന്നും ഒന്നും തന്നിട്ടില്ല. എന്തായാലും ഈ നാട്ടുകാരുടെ മുഴുവൻ കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ട് നിങ്ങൾ ആർക്കൂടെ കൊടുത്ത് ഇത്ര നാളായിട്ട്? പുര കത്തുമ്പം വാഴ വെട്ടല്ലേ? വെട്ട് ഞാൻ, നിങ്ങളുടെ കയ്യും കോലും വെട്ട് ഞാൻ. അതെ. എന്തായിരുന്നു അഹങ്കാരം, 5 ലക്ഷം രൂപ അടിച്ചെന്നും പറഞ്ഞ് ഈ ആൾക്കാരെയൊക്കെ ഉടനെ പറഞ്ഞു വിട്ടോളണം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ നിങ്ങൾ എന്താണെങ്കിലും ചെയ്തോ, ഞങ്ങൾക്ക് വേണ്ട, ഇവിടെ നിന്നൊന്നും എടുക്കാൻ പറ്റൂല. ഞാൻ എന്താന്ന് പറ, കുടുംബത്തൊരു കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ നന്നായി, അല്ലെങ്കിൽ പാർട്ടി ഓഫീസിൽ കാണണം. ഇതൊന്നുമില്ല, അല്ലെങ്കിൽ ആ മനുഷ്യന്റെ ദേഹത്തെങ്കിലും എന്തെങ്കിലും കാണണം, അതുമില്ല. പോകാൻ നേരത്തെ കൈ വീശി വിടുന്ന ഇറങ്ങുമ്പോ ഈ കാണുന്ന ആൾക്കാരുടെ ഇതൊക്കെ പൈസ മേടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തെന്ന്? ഇതിപ്പോ ഇത്രയും പേര് എന്നൊക്കെ ഞാൻ എപ്പോ വാങ്ങിയെന്ന് എനിക്ക് പോലും അറിയില്ല. ഇതിൽ കള്ളം പറഞ്ഞിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇത് തിരിച്ചു കൊടുക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിലല്ലേ ഇവരൊക്കെ ഓർത്തു വെക്കേണ്ട കാര്യമുള്ളൂ. പറ്റിക്കാന്ന് മേടിക്കുമ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾ. എനിക്കൊന്നും അറിയണ്ട, ഇത് എത്രയും പെട്ടെന്ന് ഇത് അങ്ങ് തീർത്തോളണം. ചെക്കോ മക്കോ എന്താന്ന് വെച്ചാൽ കൊണ്ട് കൊടുക്ക്, ആൾക്കാർ പോകില്ല മുറ്റത്തുനിന്ന്. നീ ഒന്ന് നിർത്ത് തങ്കം. പൈസ മേടിച്ചെങ്കിൽ എനിക്കറിയാൻ കൊടുക്കാം, ഞാൻ അവർക്ക് ചെക്ക് കൊടുത്തോളാം. എൻ്റെ ചെക്കുണ്ട്. എന്തുവാ പിന്നെയും കുഴിയിലോട്ട് തള്ളിയിടുവാണോ? സാറേ, എത്രയാണ് ഓരോരുത്തർക്കും കൊടുക്കാന്നുള്ളത് നീ ചെക്ക് എഴുതിയിട്ട് ഞാൻ ഒപ്പിട്ട് തരാം. പേന ആ ബാഗ് തരൂ. പേന ഉണ്ടോ അതിനകത്ത്? ബാഗ് പേന ഉണ്ടെങ്കിൽ ഞാൻ എടുത്തു തരാം. നിനക്ക് എത്ര സുജേഷ? 25,000. 25,000. സുരേന്ദ്രൻ മോനെ പൈസ മേടിച്ച് ഫുഡ് അടിച്ച് എഴുതി വെച്ചു. എവിടെ ലോട്ടറി? എവിടെ ലോട്ടറി? എൻ്റെ കയ്യിലില്ല. എവിടെ ലോട്ടറി? പറ. ആറില്ല. ലോട്ടറി അയാളുടെ കയ്യില്ല. ലോട്ടറി ലോട്ടറി നിങ്ങളെ പ്രശ്നം ഉണ്ടാക്കരുത്. അതെ, വേടാ ലോട്ടറിക്ക് നീ അങ്ങ് സുരേന്ദ്രൻ മോളെ വേണ്ടി വേട്ടാ. എന്റെ കർത്താവേ, അങ്ങനെ ആ പൈസക്ക് തീരുമാനമായി, എല്ലാവർക്കും സമാധാനമായല്ലോ. ഞാൻ മലയാളത്തിൽ നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞു അത് കൊണ്ട് കൊടുത്ത് ബാങ്കിൽ നിന്ന് കിട്ടുന്ന കാശിൽ നിന്ന് ഉള്ളത് തരാം. ഇപ്പൊ ഒന്നുമില്ലാതായപ്പോ എല്ലാവർക്കും സമാധാനമായല്ലോ. ഞാനേ വല്ല പെട്രോൾ മാറ്റി കഴിച്ച് മരിക്കാൻ പോവാ. നേരെ റെഡി പോയി. നേരെ റെഡി പോയി. അതിന് സാരമില്ല, പെട്ടെന്ന് ഞാൻ വരണേന്ന് തന്നെ വിളിച്ചോണ്ട്. അയ്യോ, ആര് വരുന്ന ലക്ഷപ്രഭുവാ? വാളിയാ വിഷമിച്ചു. എന്തിട്ട് ഒരു വല്ലാത്ത വിഷമം? വിഷമം കാണുമല്ലോ. എന്തൊക്കെയായിരുന്നു? കൊട എടുത്തില്ല? രാത്രിയായി വരുന്നുണ്ട്. കളിയാക്കല്ലേ കളിയാ? കളിയാക്കിയതല്ല, വിഷമം കണ്ടോണ്ട് ഒരു പറഞ്ഞു. വിഷമമില്ലമ്മ, നമുക്ക് കാണിച്ചാൽ അത് തന്നെ വേണമായിരുന്നു. ഇടിച്ചാ ഗുണ്ടകളുണ്ടോട്ട് ഇടിച്ചാ? ഇല്ലടാ, നിന്റെ അളിയനെന്ന് പറഞ്ഞുകൊണ്ട് ഇടിക്കാതെ അവരെന്നെ വെറുതെ വിട്ടു. അയ്യോ, നമ്മൾ അതിനും വേണ്ടി വലിയ ആളൊന്നുമല്ല. സുരേന്ദ്രൻ പറയാൻ എന്തായാലും വെറുതെ ഇരിക്കൂല. ഓ, എങ്ങോട്ട് പോണേ? ജമന്തി വിളിക്കാം. ഇല്ലളിയാ, ഒരു നല്ല മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചിട്ട് പോവാം. വീണ്ടും തങ്കം, ആ വാ 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 വാ. വേഗം ഒരു നല്ല മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാം. നീ ഓടി വാ. വാ. അവിടുത്തെ പോലീസ് വരുമായിരിക്കും. എന്തോന്ന്? എന്തടാ? ഇത് ആശുപത്രിയിൽ മരുന്ന് കൊടുത്തിട്ടാണ്. വേണ്ട വേണ്ട വേണ്ട, പൈസ കൊണ്ടൊന്ന് നശിപ്പിച്ചിട്ട്. അതെ, ഇത് വേണോ വേണ്ട അവസാനമായിട്ട് വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. ഇത് കണ്ടു കഴിഞ്ഞിട്ട് തന്നെ വേണോന്ന് പറയരുത്. വേണ്ടല്ലോ.
അയ്യോ എന്റെ വള, അയ്യോ നിന്റെ വളയല്ലേ നിന്റെ വളയല്ലേ എന്റെ പണയം വെച്ച വള, ആ ഓ ചിട്ടി അമ്മയുടെ പൈസ കൊണ്ട്. ആ, ഇതാണോ നിന്നെ മൂന്ന് ഇതൊക്കെ കാശ് കൊടുത്ത് മേടിച്ചിടി ഇതേ തീർന്നില്ല ഒന്നുകൂടെ ഞെട്ടണ്ട എന്റെ ദൈവമേ. കമ്പലൊരെണ്ണം മേടിച്ച് കൊള്ളാലോ. സ്വർണ്ണാണോ? അല്ല ചെമ്പ് എന്തായാലും നല്ലത് വാങ്ങിച്ചോളാം നമുക്ക് സംശയം ഇത് എവിടെ തന്നെ പൈസ ലോട്ടറി ഒക്കെ അടിച്ചല്ലിയാ അതാണെങ്കിൽ കൊണ്ടുപോയല്ലേ ഒരാണുങ്ങളെ കൊണ്ട് പോയില്ല ലോട്ടറി എന്റെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട് ആ കസ്റ്റഡിയിലുണ്ടോ? അപ്പൊ സുരേന്ദ്രൻ മുതലാളിയുടെ ആൾക്കാർ കൊണ്ടുപോയതോ? അത് വന്ന് സുരേന്ദ്ര മുതലാളി ആളുകളെന്ന് ആര് പറഞ്ഞു? അതല്ല എന്റെ സ്വന്തം പിള്ളേര്, ഞാൻ അറേഞ്ച് ചെയ്ത് എന്റെ പിള്ളേരല്ലേ അന്ന് വന്നത്. പക്ഷേ ദൈവമേ. ഞാൻ ചെക്ക് എടുക്കാനെന്ന് പറഞ്ഞ അകത്ത് പോയില്ലേടി. ആ പോയത് എന്താണ് നമ്മളെ പിള്ളേരെ വിളിച്ചു വരുത്താനാ. അന്ന് ഈ പിള്ളേർ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ആ വായി നോക്കിയുള്ളണ്ടല്ലോ ഞാൻ പൈസ കൊടുക്കാനുള്ളമാർ അവന്മാരെല്ലാം ഇവിടെ ലോട്ടറി പിടിച്ച് വാങ്ങിച്ചോണ്ട് പോകുന്നത് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചതാ. അതാണ് 10 തലയുള്ള ഈ രാവണന്റെ ബുദ്ധി. ആ വഴി തെറ്റി വന്നതൊന്നുമല്ല, നമ്മളെ വീട്ടിലേക്ക് വരുന്നത് തന്നെയാണ്. കുറച്ച് ഹോം അപ്ലയൻസ് സാധനങ്ങൾ വാങ്ങിച്ചു. TV, ഫ്രിഡ്ജ്, പിന്നെ ഒരു ചെറിയ വിക്സ്കി. ഓ അല്ല ഒത്തിരി പൈസ കിട്ടിയ സമയത്ത് ആ മേടിച്ചവർക്ക് തിരിച്ചു കൊടുത്തിരുന്നെങ്കിൽ അവരെ ബ്രാക്കാണ് ഈ കമ്മലും വളയും വീട്ടു സാധനമൊക്കെ ഓടിക്കുന്ന വല്ല കാര്യമുണ്ട്. ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം അവർക്കൊക്കെ കൊടുക്കാൻ. അടുത്ത ലോട്ടറി അടിക്കുമ്പോൾ ഉറപ്പായിട്ട് എല്ലാവരുടെ കടവും ഞാൻ തീർത്തിരിക്കും. നീ മിടുക്കനാണല്ലോടാ. TV, ഫ്രിഡ്ജ്, വാള, മാല, എന്തുവാ ഇത്? ഇനിയും വരും സാധനങ്ങൾ. ഭയങ്കര മെടുക്കന്നല്ലേ എന്നെ സമ്മതിച്ചിരിക്കുന്നു. ഇത്ര നാൾ നിന്നെ കക്കാനും അറിയാവോ, ഇപ്പൊ നിൽക്കാനും പഠിച്ചു.